നൈസ്. എത്ര നാളായി നിനക്ക് ഞാൻ എന്തെങ്കിലും വാങ്ങി തന്നിട്ട്? പണ്ട് ഓണത്തിനും വിഷുവിനും ക്രിസ്മസിനും ഒക്കെ അമ്മ നമുക്ക് ഒരുപോലെയുള്ള ഡ്രസ്സ് വാങ്ങിത്തരും. അത് ഇട്ടുകൊണ്ട് നമ്മൾ ഈ മുറ്റത്തൊക്കെ ഓടി നടക്കും. ഓർമ്മയുണ്ടോടാ നിനക്കതൊക്കെ? നീ ഇതൊക്കെ തുറന്ന് നിനക്ക് ഇഷ്ടപ്പെടാത്ത വല്ലതും ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാം. ഇത് നിനക്ക് എന്റെ വക. കൊള്ളാം. അടിപൊളിയായിട്ടുണ്ട്. മനഃപൂർവ്വം നമ്മളെ അധിക്ഷേപിക്കാൻ വേണ്ടിട്ടാ അവളിങ്ങനെ പെരുമാറിയത്. അഹങ്കാരി, എവിടെ നിന്നോ കയറി വന്ന പരമദരിദ്രവാസി. ഈ വീടിന്റെ പടി ചവിട്ടാൻ തക്ക പാരമ്പര്യമോ അന്തസ്സോ ഇല്ലെങ്കിലും വീണ് കിട്ടിയ ഭാഗ്യം കൊണ്ട് അബദ്ധത്തിലെ DKയുടെ ഭാര്യയായി. അതിന്റെ നെകളിപ്പ് കൂടിക്കൂടി അവളിപ്പോ നമ്മുടെ തലയ്ക്ക് മുകളില് ഒരു വാള് പോലെ തൂങ്ങിയാടിക്കൊണ്ടിരിക്കുക. ഇതിങ്ങനെ വിട്ടുകൊടുത്താലേ അവള് നമ്മുടെ തലേ കയറി താണ്ഡവ നൃത്തം ചെയ്യും. DKയും കൊണ്ട് ഷോപ്പിങ്ങിന് പോവാനുള്ള ധൈര്യം വരെ അവൾക്കുണ്ടായി. മായജി, ദേ ഒരു കാര്യം ഞാൻ പറയാം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വീട്ടിലുള്ള അധികാരവും അവകാശവും അവള് തട്ടിയെടുക്കും. അവളുടെ കാൽ കീഴിൽ നമ്മൾ ജീവിക്കേണ്ടി വരും. അവൾക്കൊരു ഡോസ് കൊടുക്കണം മായേച്ചി. ഭസ്മാസുരന് വരം കിട്ടിയതുപോലെ നമ്മുടെ മുന്നിൽ അഹങ്കരിച്ച് തിമിർക്കാൻ അവളെ അനുവദിക്കരുത്. അവൾക്കിട്ടൊരു പണി കൊടുത്തേ പറ്റൂ. ഓ, എനിക്കാണെങ്കിൽ അവളുടെ പരിഹാസച്ചിരി മനസ്സിന് അങ്ങോട്ട് മായുന്നില്ല. DKയുടെ കൂടെയുള്ള വരവ്, അവള് നമ്മളെ കളിയാക്കി എന്തൊക്കെയാ പറഞ്ഞത്. ഇനി മെയിലിൽ DKയ്ക്കൊപ്പം പർച്ചേസിങ്ങിന് പോവാൻ വന്ന നിന്റെയൊക്കെ കാലുതല്ലി ഓടിക്കാൻ ഞാൻ പറഞ്ഞേക്കാം. അവളോട് ചോദിച്ചേ പറ്റൂ. ഇന്നലെ നമ്മളോട് കാണിച്ച അഹങ്കാരത്തിന്റെ കൊമ്പ് ഓടിച്ച് കളയണം മായച്ചി. മായച്ചിക്ക് എന്താ പേടിയുണ്ടോ? പേടിയല്ല, അവളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആലോചിക്കാ ഞാൻ. ഒരു തവണ DKയോടൊപ്പം ഷോപ്പിങ്ങിന് പോകാൻ അവസരം കിട്ടിയപ്പോ ദേവലോകം കിട്ടിയെന്ന് അവള് വിചാരിച്ചു. ആ സൈക്കോ ശിവയെ മുന്നിൽ നിർത്തിയോ അവളിപ്പോ കളിക്കുന്ന. DK പോലെ ധിക്കരിച്ച് ആ ജ്യോതി ശിവയെ ഇവിടേക്ക് വിളിച്ചോണ്ട് വന്നത് വെറുതെ ആവില്ല മായച്ചി. അവൾക്ക് എന്തോ ഗൂഢമായ ഉദ്ദേശമുണ്ട്. ഇല്ലെങ്കിൽ അവന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അവൾ എത്ര ധൃതി കാണിച്ചത് എന്തിനാ? ഏട്ടത്തിയമ്മ ചമഞ്ഞ് അനിയനെ പരിചരിച്ച് DKയുടെ സിമ്പതി പിടിച്ചു പറ്റാൻ അല്ലാതെന്താ? അനിയനെ നോക്കുന്നവളെന്ന സിമ്പതി നേടാൻ പറ്റിയാലല്ലേ ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ. ശകുനിയുടെ ബുദ്ധി അവക്ക്. നീ പറഞ്ഞത് ശരിയാണ്. ശകുനി അന്ധനായ ഭർത്താവിനെ വരിച്ച സ്വന്തം പെങ്ങൾക്ക് കൂട്ടായി വന്ന മഹാഭാരതത്തിലെ പകിട കളിക്കാരൻ. എന്നിട്ട് എന്തുണ്ടായി? പകിട കളിച്ച് എന്ത് നേടി? ആ സ്റ്റേജുകളിലേക്ക് നീ തിരികെ വരണം. ഏട്ടന്റെ സ്വപ്നമാണത്. ഒരു കാര്യം മാത്രം നീ ഓർത്താ മതി, ഈ കാണുന്നതെല്ലാം നിന്റേത് കൂടിയാ. ഏട്ടൻ എന്നെ
ഇപ്പോഴിങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നല്ലോ എന്നാ എനിക്ക് അത്ഭുതം. എന്താ അത്ഭുതം? നീ എന്റെ അനിയനല്ലേ? നമ്മൾ ഒരേ ചോരയല്ലടാ. പക്ഷെ ഞാൻ കാരണമല്ലേ ഏട്ടനെല്ലാം നഷ്ടപ്പെട്ടത്? എല്ലാം നശിപ്പിച്ചത് എന്റെ ഭ്രാന്തല്ലേ ഏട്ടാ? അതിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയല്ലേ ഏട്ടൻ? ഏട്ടൻ എങ്ങനെ എന്നോട് ക്ഷമിക്കാൻ കഴിഞ്ഞു ഏട്ടാ? നമ്മൾ രണ്ടും ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നവരായതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് എനിക്കൊരു ദോഷം വരാൻ നീ ഒരിക്കലും ആഗ്രഹിക്കില്ല എന്ന് എനിക്കറിയാം. സംഭവിച്ചൊക്കെ ദൈവത്തിന്റെ വിധിയ. അതിനെക്കുറിച്ച് ഓർത്ത് നിനക്കൊരു കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. കാരണം നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അന്ന് നിന്റെ കൂടെ ആ ബുള്ളറ്റിൽ കയറി യാത്ര ചെയ്യാൻ നിർബന്ധം പിടിച്ചത് അവളാ. അങ്ങനെയാ അതിനപ്പുറം നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത്രയും നാൾ അതിന്റെ ദുരിതം നീ അനുഭവിച്ചില്ലേ? ഇനി മതി. പഴയ ജീവിതത്തിലേക്ക് നീ തിരിച്ചു വരണം. ഇനി അതിനെക്കുറിച്ച് മാത്രം നീ ഓർത്താ മതി. നമുക്കിടയിൽ ഇനി ഈ വിഷയത്തെക്കുറിച്ചൊരു സംസാരം വേണ്ട. എനിക്കും നിനക്കും ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുന്നല്ലേ നല്ലത്. ആഹാരം കൃത്യമായി കഴിക്കണം. കിട്ടുന്ന സമയങ്ങൾ പുസ്തകങ്ങൾ വായിക്കണം, സിനിമകൾ കാണണം. അങ്ങനെ അങ്ങനെ നീ പഴയ ശിവയായി മാറണം. അമരാവതി മുഴുവൻ കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയാ. ഞാൻ മാറിക്കോളേട്ടാ. ഇനി ഒരു കുഴപ്പമുണ്ടാക്കില്ല. അല്ലേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നു. എന്ത് കാര്യം? ജ്യോതിയുടെ കാര്യം. എല്ലാ ദിവസവും ചായ കൊണ്ടിരുന്ന ജ്യോതിയാണല്ലോ. ഇന്നെവിടെ പോയി? ഞാൻ കണ്ടില്ല. താഴെ ഉണ്ടാവും. എന്നാ പിന്നെ ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ജ്യോതി, 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 ജ്യോതി. ജ്യോതി, 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 ജ്യോതി. ജ്യോതി എവിടെ? ചോദിച്ചത് കേട്ടില്ലേ? ജ്യോതി എവിടെയെന്നാ? ഞങ്ങൾക്കറിയില്ല. അതെന്താ നിങ്ങൾക്കറിയാത്തത്? ഞങ്ങളും അവളെ തന്നെ അന്വേഷിക്കുന്നത്. അത് ശരി. നിങ്ങളെന്നാ രാവിലെ കള്ളനും പോലീസും കളിക്കാ? ഈ വീട്ടിലുണ്ടായിരുന്ന ഒരാൾ എവിടെയെന്ന് ചോദിച്ചാ ഇങ്ങനെയാണോ മറുപടി? ശരി ഡോക്ടർ, എത്രയും വേഗം അമ്മയുടെ രോഗം മാറണം. അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം. ആരോഗ്യത്തോടെ എനിക്ക് എന്റെ അമ്മയെ തിരിച്ചു വേണം. തൊട്ടപ്പുറത്തെ ബ്ലോക്കിൽ തന്നെ ശരത് മേനോനുണ്ട്. കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായി സംസാരിച്ചിട്ടുമുണ്ട്. DK ഒന്ന് പോയി കണ്ടാ മതി. ശരി ഡോക്ടർ. ബാക്കി കാര്യങ്ങള് മേനോൻ പറയും. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡോണ്ട് വറി.
ശരി ഡോക്ടർ. നോക്കി അമ്മ കിടക്കുന്നുണ്ടോ? വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം. ശരി, ഇരുന്നോ. ഓ, അമ്മയ്ക്ക് കുടിക്കാൻ എന്തായാലും ഒരു ചായ എടുക്കട്ടെ? ആ ആ. മോളെ, സത്യത്തിൽ ഡോക്ടർ എന്താ പറഞ്ഞത്? എനിക്ക് എന്താ അസുഖം? ഹേയ്, ഒന്നുമില്ല അമ്മേ, ഇച്ചിരി ഷുഗർ കുറഞ്ഞു, അത്രേ ഉള്ളൂ. അതെ, അധികം ചോദ്യം പറച്ചിലൊന്നും ഇപ്പൊ വേണ്ട. ഇനി മുതൽ ഈ ജ്യോതിമോള് പറയുന്നത് അങ്ങ് അനുസരിച്ചാ മതി. കേട്ടോ അമരാവതിയിലെ പത്മാവതി അമ്മ? ഞാൻ പോയി ഒന്ന് ഫ്രഷപ്പ് ആയിട്ടെ അമ്മയ്ക്ക് ചായ എടുത്തിട്ട് വരാം. നോട്ടിക്ക് എന്നാലും ഇത് വളരെ മോശമായി പോയമ്മേ. ക്യാ ബേട്ടി, വാട്ട് മോശം? അമ്മയ്ക്ക് വയ്യാതെ വന്നപ്പോ ഞങ്ങൾ ആരെങ്കിലും ഒന്ന് വിളിക്കായിരുന്നു. ഷേ, ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്യായിരുന്നു. ഓ, ഇതിപ്പോ ഏത് ഹോസ്പിറ്റലിലാ കൊണ്ടുപോയെന്ന് ആർക്കറിയാം? നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. മയങ്ങി വീണ എന്നെ ജ്യോതി കൊണ്ടുപോയതേ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഹോസ്പിറ്റലിൽ തന്നെയാ. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? മയങ്ങി വീഴാൻ എന്താ കാരണം? നമുക്ക് ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ ഒന്നുകൂടെ പോയാലോ അമ്മേ? വേണ്ട, ഐ ആം ഓക്കെ. നിങ്ങളുടെയൊക്കെ ലവും കെയറും കൂടെ ഉണ്ടല്ലോ, അത് മതി. അല്ല, അമ്മ എന്തിനാ ഞങ്ങളോട് പോലും പറയാതെ അവളെയും കൂട്ടി അമ്പലത്തിൽ പോയത്? അതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്? നോ ബേട്ടി, സംഭവിക്കാനുള്ളത് എവിടെയായാലും സംഭവിക്കും. ശിവയുടെ പേരിൽ ഞാൻ കുറെ നേർച്ചകൾ നേർന്നിരുന്നു. അതൊക്കെ നടത്താനാ ഞാൻ ജ്യോതിയും കൂട്ടി പോയത്. അതെന്താ ഞങ്ങളെ വിളിക്കാതിരുന്നത്? നേർച്ചകളൊക്കെ നടത്താൻ ഞങ്ങളും കൂടെ വരുമായിരുന്നല്ലോ. അതൊന്നും അന്നേരം ഓർക്കില്ല. അവള് വരണോന്ന് പറഞ്ഞു കൊണ്ടുപോയി, അത്രേ ഉള്ളൂ. അതെ, എനിക്ക് സംസാരിക്കാനേ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. തക്കാലം നിങ്ങൾ പോ, ഞാനന്നേ കിടക്കട്ടെ. ഓ, ഇവിടെമാര് ജ്യോതിയോരുള്ള കുശുമ്പും കൊണ്ട് വന്നിരിക്കുന്നു. അമ്മയ്ക്കല്ലെങ്കിലും ആ ജോലിക്കാരിയോടാണല്ലോ സ്നേഹം. ഇതിനെല്ലാം കൂടി ഞങ്ങള് കൊടുക്കുന്നുണ്ട് അവൾക്ക്. വാ, നമുക്ക് പോവാം. അമ്മ കിടക്കട്ടെ. പിന്നെരിക്കാൻ വന്നിരിക്കുക മൂന്നെണ്ണം കൂടെ ജ്യോതിയെ കുറ്റം പറയാൻ. അമ്മയുടെ മുറിയിലുണ്ട്. ഡി കെ, അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. ജ്യോതി അമ്മയും കൊണ്ട് എവിടേക്കാ പോയതെന്ന് ഞങ്ങൾ എത്ര ചോദിച്ചിട്ടും പറയുന്നില്ല. ഡി കെ അറിഞ്ഞ ജ്യോതി വഴക്ക് പറയുന്നുള്ളോണ്ട് അമ്മയൊന്നും പറഞ്ഞില്ല. ഇത്രയും പ്രായമായ അമ്മയും കൊണ്ട് എവിടേക്കെങ്കിലും പോകുമ്പോ നമ്മളോട് ആരോടെങ്കിലും ഒരു വാക്ക് പറയണ്ടേ? എന്റെ മരിച്ചുപോയ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ നിങ്ങളുടെ അമ്മയെ കാണുന്നു. ഒരു മകനോ മകളോ ആകാൻ ഒരമ്മയും ആരും പ്രസവിക്കണമെന്നൊന്നുമില്ല. ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടും ഇതുപോലുള്ള അമ്മമാരെ കിട്ടും. ആ അമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്താലും എനിക്ക് ആരുടെയും സിമ്പതിയോ താങ്ക്സോ ഒന്നും വേണ്ട. നിങ്ങൾ എനിക്കൊരു ഭാര്യയുടെ അംഗീകാരം തന്നിട്ടില്ലെങ്കിലും ആ അമ്മ
എനിക്കൊരു മകളുടെ സ്ഥാനവും സ്നേഹവും മനസ്സ് നിറയെ തന്നിട്ടുണ്ട്. എനിക്കത് മതി. നിങ്ങളുടെ താങ്ക്സ് ഒന്നും എനിക്ക് വേണ്ട. മനസ്സിലായോ? അമരാവതിയിലെ പത്മാവതി അമ്മ ഇപ്പൊ എന്റെയും കൂടെ അമ്മയാ. നിന്റെ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. അങ്ങനെ വെറുതെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയ ശീലം അമരാവതിയിൽ ആർക്കുമില്ല. ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം കൊടുത്തു തന്നെയാ ശീലം. അമരാവതിയിലെയോ എന്റെ റെസ്റ്റോറന്റിലെയോ ഒരു ജോലിക്കാരും ഇന്ന് വരെ അവർക്ക് കൂലി കൊടുത്തത് കുറഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ടുമില്ല. ഇപ്പൊ നീ ചെയ്തതിനുള്ള കൂലി നിന്നെ ഡിവോഴ്സ് ചെയ്യുന്ന സമയത്ത് നിനക്ക് തരുന്ന നഷ്ടപരിഹാര തുകയിൽ ചേർത്തങ്ങ് തരാൻ ഞാൻ പോരെ. ആ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ താങ്ക്സ് അത് ഞാനിങ്ങ് തിരിച്ചെടുക്കുക. നിന്നെ ബേക്കറിക്കാരി എന്ന് വിളിക്കുന്നത് ചുമ്മാതല്ലടി ആസത്തെ ഇഡിയറ്റ്. താങ്ക്സും കൊണ്ട് വന്നിരിക്കുക ഒരു ഹിറ്റ്ലർ. അമ്മാവനോ? സുധാകരൻ നേരവിടെ ഇവിടെ ഇല്ലല്ലോ. എന്താ അമ്മാവ? അയാളെ കണ്ട് 4 വർത്തമാനം പറയാനാ ഞാൻ വന്നത്. സുധാകരൻ നേരെ എന്താ കാര്യം? എന്താ എന്തൊക്കെ ആശാലതേ ഈ കേൾക്കുന്നത്? കുടുംബത്തിലാകെ നാണക്കേടായല്ലോ. ആശാലതയിൽ നിന്ന് ഇങ്ങനെയൊന്നും ഞങ്ങളാരും ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാനതിന് എന്ത് ചെയ്തെന്ന് അമ്മാവിനി പറയുന്നേ? ഒന്നും ചെയ്യാഞ്ഞിട്ടാണോ നിന്നെ പോലീസ് പിടിച്ചോണ്ട് പോയത്? എന്നെ പോലീസ് പിടിച്ചോണ്ട് പോയെന്നോ? അമ്മാവനോട് ആര് പറഞ്ഞു ഈ കള്ളത്തരം? ഉരുണ്ട് കളിക്കല്ലേ ആശാലതേ. നമ്മുടെ കുടുംബക്കാരുടെ വാട്സപ്പ് ഗ്രൂപ്പില്ലേ കാവിലമ്മ, അതിനകത്ത് നിന്നെ സ്വർണ്ണക്കടയിൽ നിന്ന് പോലീസ് പിടിച്ചോണ്ട് വന്ന് ഫോട്ടോസ് ഒക്കെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങളാരും? അതിനകത്ത് വന്ന കമന്റുകളൊന്നും വായിച്ചില്ലേ നീ? അമ്മ വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറയരുത്. അനാവശ്യമാണോ ആവശ്യമാണോ എന്ന് നീ നിന്റെ അമ്മയോട് തന്നെ ചോദിച്ചു നോക്ക്. ഇവള് പറയട്ടെ എന്തിനാ പോലീസ് പിടിച്ചതെന്ന്. അമ്മ ഈ അമ്മാവനിത് എന്തൊക്കെയാ പറയുന്നേ? വെറുതെ പ്രിയമോളെ, അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അമ്മാവാ, ഞാനൊരു കാര്യം പറയാം, വെറുതെ എന്നെ ആക്ഷേപിക്കരുത്. ഞാൻ കള്ളത്തരം പറയില്ല. ഞാനിപ്പൊ കാണിച്ചു തരാം. നോക്ക് നോക്ക് നോക്കടി നോക്ക്. ഇതാ നോക്ക്. ഇത് നിന്റെ തള്ളയാണെന്ന് കണ്ണു തുറന്നു നോക്ക്. അവൾക്ക് വേണ്ടി എസ് കെ എന്തിനാ ഞങ്ങളോട് ദേഷ്യപ്പെടുന്നത്? ജ്യോതിയെ ആരും ദ്രോഹിക്കുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെ നിങ്ങൾ 3 പേരോടും കൂടി ഞാനൊരു കാര്യം പറയാം. ഈ അമരാവതിയിൽ ഇനി പഴയതുപോലെ ജീവിക്കാമെന്ന് കരുതരുത്. കൊല്ലും ഞാൻ.
ഡി കെയുടെ കൂടെ ഷോപ്പിങ്ങിന് പോയപ്പോ വാങ്ങിയതാ. ആ കൊള്ളാം. ജ്യോതിക്കിത് നന്നായിട്ട് ചേരുന്നുണ്ട്. ഹലോ, അതെ ജ്യോതിയല്ല, ഏട്ടത്തി. ഏട്ടത്തി അമ്മ അങ്ങനെ വേണം വിളിക്കാൻ. ഇതെവിടെ പോയി? ഇവിടെ തന്നെയാണല്ലോ വെച്ചിരുന്നത്. ജ്യോതി, ഇതല്ലേ ജ്യോതി തിരയുന്നത്? ആ അതെ. ഇതെവിടെ നിന്ന് കിട്ടി? ഞാനിത് ഈ മുറിയിലാണല്ലോ വെച്ചിരുന്നത്. പിന്നിതെങ്ങനെ ശിവയുടെ കയ്യിലെത്തിയത്? ദേ, എന്റെ സാരി മോഷ്ടിച്ചാലുണ്ടല്ലോ. സാരി മോഷ്ടിച്ചത് ഞാനല്ല. പിന്നെ? അതെ, ഈ വീട്ടിൽ ജ്യോതിയുടെ ശത്രുക്കൾ ആരാണെന്നും മിത്രങ്ങൾ ആരാണെന്നും ആദ്യം തിരിച്ചറിയാൻ ശ്രമിക്കുക. ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ അവരിത് കത്തിച്ചേനെ. അമ്പടി ഭയങ്കരികളെ, എന്നോടുള്ള വിരോധം അവരീ സാരിയോട് കാണിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അവരിവിടെ താമസിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആര്? ആ മായയും താരയും ചിത്രമൊന്നും ഇവിടെ താമസിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവരൊക്കെ ആരാ? അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഇനി എന്തിനാ അവരൊക്കെ ഇവിടെ താമസിക്കുന്നത്? ശിവ, ഇങ്ങനെയൊന്നും പറയരുത്. അവരൊക്കെ ശിവയുടെ ചേച്ചിയുടെ മക്കളും മരുമക്കളൊക്കെയല്ലേ? അതൊന്നും എനിക്കറിയണ്ട. അവർ ഈ വീട്ടിൽ നിൽക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അതെന്താ? അവരിവിടെ നിന്നാ ഇനിയും ജ്യോതിയെ ദ്രോഹിക്കും. എത്രയും പെട്ടെന്ന് അവരെ പറഞ്ഞുവിടാൻ ഡീക്കോട് ജ്യോതി പറയണം. ശിവ, നമ്മുടെ ബന്ധുക്കളൊക്കെ നമുക്കരികിലുള്ളത് നല്ലതല്ലേ? കുറച്ച് കുശുമ്പും കുന്നായ്മയൊക്കെ കാണും. എന്നാലും ബന്ധങ്ങൾക്കൊക്കെ വലിയ വിലയുണ്ട്. അത് മാത്രമല്ല, ഡി കെക്ക് അവരാരും ഇവിടെ നിന്ന് മാറി താമസിക്കുന്നത് ഇഷ്ടമല്ല. ബന്ധങ്ങളെ ഡി കെ ചേർത്ത് പിടിക്കുന്നത് ആ സ്നേഹവും കരുതലും കൊണ്ടാ. അവരൊന്നും ഈ വീടിന്റെ ബന്ധുക്കളല്ല, ശത്രുക്കളാ, ശത്രുക്കള്. ഏയ്, ഒന്നുമില്ലമ്മേ. ഞാൻ ഈ സാരിയുടെ ഭംഗി നോക്കുകയായിരുന്നു. നോക്കട്ടെ. വെരി നൈസ്. പക്ഷേ നോട്ട് ഗുഡ് ഫോർ യു. പെണ്ണുങ്ങളല്ലേ സാരി ഉടുക്കേണ്ടത്, അല്ലാതെ ആണുങ്ങളല്ല. ഇതേ അമ്മ എടുത്തോളാം. അമ്മ മോനെ പ്രസവിച്ചത് ആൺകുട്ടിയായിട്ടാ. അങ്ങനെ കണ്ടാ മതി അമ്മയ്ക്ക്. അമ്മേ, അമ്മ വിഷമിക്കുന്ന പോലെ ഞാൻ പെണ്ണായി മാറിയിട്ടൊന്നുമില്ല. അമ്മയുടെ മോനെപ്പോഴും ആൺകുട്ടി തന്നെയാ. പിന്നെന്തിനാ നീ സാരി ഉടുക്കുന്നത്? നീ ഈ പെണ്ണുങ്ങളെ പോലെ അണിഞ്ഞൊരുങ്ങുന്നത്? അതൊരു സങ്കടത്തിന്റെ ഓർമ്മയ്ക്കാണമ്മേ. അവളെ കുറിച്ച് ഓർക്കുമ്പോ ചിലപ്പോ എന്റെ ചിന്ത മാറും, വൈരാഗ്യം കൂടും. അപ്പോഴാ എനിക്ക് ഈ സാരി ഉടുക്കാൻ തോന്നുന്നത്. നോ മൈസൺ, നീ ഈ അമ്മയുടെ മോനാ. തോറ്റുപോർത്തുനിന്ന് എന്റെ മോൻ തിരിച്ചു വരണം. അങ്ങനെ ഏതെങ്കിലും പെണ്ണിന് വേണ്ടി കളയാനുള്ളതല്ല നിന്റെ ഈ ലൈഫ്. എന്റെ മോൻ എന്നും ഇങ്ങനെ നടക്കണം, പഴയ പോലെ ആഘോഷമായിട്ട് നടക്കണം. എടാ മോനെ, ലൈഫ് എന്ന് പറയുന്നതേ ഒരു റിവറാണ്. കുറച്ചു കാലം മഴ പെയ്യും,
കുറച്ചു കാലം ഉണങ്ങിക്കിടക്കും. പക്ഷേ റിവർ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അത് തന്നെ ലൈഫും. ഇതുവരെ നീ ഇരുട്ടിലായിരുന്നു. ഇനി എന്റെ മോൻ വെളിച്ചത്ത് എല്ലാവരുടെ മുന്നിൽ അന്തസ്സോടെ നിൽക്കണം. അമരാവതിയിലെ DKയുടെ അനുജന നീ. അതനുസരിച്ചുള്ള അന്തസ്സും വേഷവും വേണം നിനക്ക്. എന്ത് ചെയ്യാനമ്മേ? ഞാൻ മാറ്റണമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ചിലപ്പോഴൊക്കെ ആരോടെങ്കിലും ദേഷ്യം തോന്നിയ എല്ലാം അങ്ങ് മാറും. മോനെ, നീ എന്റെ വയറ്റിൽ 9 months കിടന്നു. അന്നേ നീ ഭയങ്കര കുസൃതിയായിരുന്നു. ഒടുവിൽ നിന്നെ ഞാൻ ഡെലിവറി ചെയ്തപ്പോ നീ കരഞ്ഞില്ല. പകരം നീ എല്ലാരും നോക്കി അത് ചിരിച്ചു. അന്ന് നിന്റെ അച്ഛൻ പറഞ്ഞു ഇവൻ എല്ലാവരും ചിരിപ്പിക്കാൻ ജനിച്ചവനാണെന്ന്. വളർന്നപ്പോ നീ വലിയ ദേഷ്യക്കാരനായി. എല്ലാത്തിനോടും പിടിവാശിയായിരുന്നു. ആഗ്രഹിക്കുന്ന നേടണം. അതിനുവേണ്ടി എത്ര വേളയിലും കിടന്ന് കഷ്ടപ്പെടും. ഒടുവിൽ നിനക്കൊരു ബാഡ് ടൈം വന്നു. ഇപ്പൊ ഗുഡ് ടൈമായി. യു കം ബാക്ക്. തിരിച്ചു വരണം. നല്ല ഒന്നാന്തരം ആൺകുട്ടിയായിട്ട്. ഇനി ഈ അമ്മയെ കരയിപ്പിക്കല്ലേ മൈസൺ. ഞാൻ കാരണം അമ്മയ്ക്ക് എന്ന് സങ്കടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഇനി ഞാൻ അമ്മയെ കരയിക്കാതിരിക്കാൻ നോക്കിക്കോളാം. അമ്മയുടെ മോനായിട്ട് ജീവിക്കാൻ ശ്രമിക്കാം. പക്ഷേ ഒരു ഭ്രാന്തനായിട്ട് മുദ്രകുത്തി പോയില്ല അമ്മേ. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെന്റെ വിധിയാ. മരിക്കും വരെ ആ മുദ്ര ജീവിതത്തിൽ അങ്ങനെ കിടക്കും. മോനെ, എന്റെ മോൻ വിഷമിക്കണ്ട. അമ്മ കൂടെയില്ലേ? പിന്നെന്താ? മതി, എനിക്കത് മതി അമ്മ. എന്റെ മോനെ, അത് പോരമ്മേ. അവനെ നമ്മൾ കൂടുതൽ കെയർ ചെയ്യണം. ഇനി അവൻ ഈ പെൺവേഷം കെട്ടുന്നത് എനിക്ക് സഹിക്കുന്നില്ല. അതോർത്ത് അമ്മ വിഷമിക്കണ്ട. ക്രമേണ അവൻ ആ സ്വഭാവത്തിൽ നിന്ന് മാറും. അമ്മേ,